ശബരിമല നെയ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതി ചേർക്കും. ദുരൂഹ ഇടപാടിന് അനുമതി നൽകിയത് പ്രശാന്താണെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നിർണായക നീക്കം. ദേവസ്വം മുൻ അംഗം അജികുമാർ, അന്തരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബാബു എന്നിവരും പ്രതിപട്ടികയിലാണ്. FIR പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രജിസ്റ്റർ ചെയ്യും. അരവണ നിർമ്മാണത്തിനായി ശബരിമലയിൽ എത്തിച്ച നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിലേക്കും നീങ്ങുന്നത്. പ്രശാന്ത് നടത്തിയ ഇടപെടലുകൾ ദുരൂഹമെന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുങ്കുമരാജ് എന്ന ഡയറിയിൽ നിന്നും ലിറ്ററിന് 349 രൂപ നിരക്കിൽ ഗുണമേന്മയുള്ള നെയ്യ് എത്തിക്കാമെന്ന് അറിയിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ച് മിൽമയ്ക്ക് കരാർ അനുവദിച്ചതിലാണ് ദുരൂഹത. ലിറ്ററിന് 510 രൂപ നിരക്കിൽ കൂടിയ വിലയ്ക്കാണ് മിൽമയ്ക്ക് കരാർ അനുവദിച്ചത്. കൂടിയ തുകയ്ക്ക് കരാർ അനുവദിച്ചതോടെ 2,30,00,000 രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിനുണ്ടായി. ഈ കരാറാണ് ക്രമക്കേടിന് വഴിവെച്ചതും. ഗുണനിലവാരമില്ലാത്ത നെയ്യ് എങ്ങനെ ശബരിമലയിൽ എത്തി എന്നതിലും വ്യക്തത വരണമെങ്കിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യണം. കേസിൽ FIR ഇന്ന് രജിസ്റ്റർ ചെയ്യും. തുടർന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ മണ്ഡലകാലത്തെ ഇടപാടുകളിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് നിലവിൽ ജയിലിലാണ്. ജനം, തിരുവനന്തപുരം.